ദാരിദ്ര്യത്തിൽ നിന്നും ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഫുട്ബോൾ പ്ലെയർ. പോർച്ചുഗൽ എന്ന രാജ്യം അറിയപ്പെടുന്നത് പോലും ഇന്ന് അയാളുടെ പേരിലാണ്. ലോകത്തിലെ ഏവരെയും പ്രചോദിപ്പിക്കുന്ന ഏറ്റവും വലിയ ഇതിഹാസ നായകനായി അയാൾ ഇന്നും മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദ വൺ ആൻഡ് ഓൺലി CR7. കഷ്ടപ്പാടിൽ നിന്നും ഉയരങ്ങളിലേക്ക് അവനെ എത്തിച്ചത് അയാളുടെ നിശ്ചയദാർഢ്യം തന്നെ ആവാം. സ്വപ്നങ്ങളായ അവന്റെ ലക്ഷ്യങ്ങൾ അവശേഷിക്കാൻ അനുവദിക്കാറില്ല അവൻ. അതെ, 1000 എന്ന മാന്ത്രിക സംഖ്യ അസാധാരണ ദൂരത്തല്ല ക്രിസ്ത്യാനിക്ക്. അത് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരുണ്ടെന്ന് നമുക്കറിയാം. സ്പോർട്ടിംഗ് ലിസ്ബണിനോടൊപ്പം ആരംഭിച്ച് റോണയുടെ ഫുട്ബോൾ സഞ്ചാരങ്ങളിലെ പ്രധാന നാഴികക്കല്ലിലൊന്ന് ക്രൊയേഷ്യക്കെതിരെ ക്രിസ്ത്യാനോ 900 എന്ന മാന്ത്രിക സംഖ്യ ഗോൾ ലിസ്ബണിൽ തന്നെ വെച്ച് സംഭവിച്ചത് ചരിത്രം തന്നെ ആവണം. അതെ, അയാൾ 900 എന്ന വലിയ മാന്ത്രിക സംഖ്യ പിന്നിട്ട് തന്റെ സഞ്ചാരം തുടരുകയാണ്. പ്രായം 40 അയാളുടെ കളിയെ അത് ബാധിച്ചു തുടങ്ങിയെന്നൊക്കെ ശരി തന്നെ. പക്ഷെ അയാളുടെ അടങ്ങാത്ത വീരം പ്രായം തളർത്തിയിട്ടില്ല തന്നെ പറയേണ്ടി വരും. മുന്നിൽ വരുന്ന പ്രതിസന്ധികൾ ഒന്നുപോലും അവന്റെ യാത്രകൾക്ക് തടസ്സമാകാറില്ല. പരാജയങ്ങൾ ഇഷ്ടപ്പെടാത്തയാൾ. അതെ, ഇത് പറങ്ങിപ്പടയുടെ നായകൻ, കഠിനാധ്വാനത്തിന്റെ പ്രതീകം. ഇന്ന് 40ന്റെ നെറുകിലും പ്രായം വെറും സംഖ്യകളാക്കി മാറ്റിയ പ്രായം തളർത്താത്ത പോരാളി, നിലവിലെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഫിനിഷർ. പോർച്ചുഗലിന് വേണ്ടി 217 മത്സരങ്ങളിൽ നിന്ന് 135 തവണയാണ് റോണോ വലകുലുക്കിയത്. പോർച്ചുഗലിന്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെ മികച്ച ടോപ്പ് സ്കോററാണ് റോണോ. റോണോയുടെ പ്രൈം ടൈം സ്പോർട്ടിംഗ് CP, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റിയൽ മാഡ്രിഡിന്റെ ഒപ്പമുള്ള കാലമായിരുന്നു. ക്രിസ്ത്യാനോ തന്റെ കരിയർ ആരംഭിക്കുന്നത് പോർച്ചുഗൽ ക്ലബായ സ്പോർട്ടിംഗ് CPയിലൂടെ ആയിരുന്നു. സ്പോർട്ടിംഗ് ലിസ്ബണിന് വേണ്ടി 5 തവണയാണ് സ്കോർ ചെയ്ത റോണോ. പിന്നീട് അവിടുത്തെ ആ മിന്നും പ്രകടനം കണ്ട് സർ അലക്സ് ഫെർഗൂസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2003 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്വന്തം തട്ടകമായ ഓൾഡ് ട്രാഫോർഡിൽ റോണോ എത്തിക്കുകയായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി 172 തവണയാണ് റോണോ ഗോൾ അടിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നും അയാൾ നേരെ സ്പാനിഷ് ലാ ലീഗയിലെ റിയൽ മാഡ്രിഡിലേക്ക് ചേർക്കേറിയപ്പോൾ അവിടെ റിയൽ ജേഴ്സിയിൽ 450 ഗോളുകൾ സ്കോർ ചെയ്തു റോണോ. എന്നാൽ പിന്നീട് അയാൾ ഇറ്റാലിയൻ സീരിയയിൽ ജുവന്റസിനായി 101, സൗദി ലീഗ് അൽ നസറിനായി 85 ഗോളുകളും പോർച്ചുഗീസ് ഇതിഹാസം തന്റെ പേരിൽ കുറിച്ചു. വീട്ടിലെ ദാരിദ്ര്യം മൂലം ഒരു കുഞ്ഞിനെ കൂടി പോറ്റി വളർത്താൻ കഴിയില്ല എന്ന് കരുതി നശിപ്പിച്ച് കളയാൻ ശ്രമിച്ച ഒരു ഭ്രൂണതയിൽ നിന്ന് താൻ ജനിച്ച സമൂഹം തന്നെ വിലക്ക് വാങ്ങാൻ തക്കവണ്ണം അവ വളർന്ന കഥയെ ഇൻസ്പയർ എന്നല്ലാണ്ട് മറ്റെന്താണ് പറയുക. തനിക്ക് നേരെ വന്ന വിമർശനങ്ങളും വിമർശകരെ സ്വന്തം ആരാധകരാക്കി മാറ്റിയ അവനോളം ആരാധകരുള്ള മറ്റാരുമില്ല ഇന്ന് ഈ കാൽപന്ത് ലോകത്ത്. റോണോയെ UEFA ചാമ്പ്യൻസ് ലീഗിന്റെ വേദിയിൽ ആദരിക്കുകയുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനാണ് റോണോ. ചാമ്പ്യൻസ് ലീഗിൽ 140 തവണ വലകുലുക്കിയ റോണോയുടെ റെക്കോർഡ് അടുത്തൊന്നും ഫുട്ബോൾ ലോകത്ത് ഒരു ഇതിഹാസ പ്ലെയറും തകർക്കില്ല എന്ന് ഉറപ്പ്. ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ 5 തവണ റോണോ കിരീടമണിഞ്ഞു. 7 സീസണുകളിൽ ടോപ്പ് സ്കോറർ. 2013-14 സീസണിൽ 17 തവണ സ്കോർ ചെയ്ത് ഒരു ചാമ്പ്യൻസ് ലീഗ് സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ഫുട്ബോൾ താരം എന്ന റെക്കോർഡും തന്റെ പേരിൽ കുറിച്ച് ക്രിസ്ത്യാനോ. 3 ഫൈനലുകളിൽ വലകുലുക്കി. തുടർച്ചയായ 11 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ഏക താരം എന്ന റെക്കോർഡും റോണോയുടെ പേരിലാണ്. അങ്ങനെ അടുത്തൊന്നും ആർക്കും എത്തിപ്പിടിക്കാനാവാത്ത നിരവധി റെക്കോർഡുകൾ. തന്റെ 40-ാം വയസ്സിലെത്തുമ്പോഴും മൈതാനങ്ങളിൽ ഗോൾ ദാഹിയാണ് റോണോ. യൂറോപ്യൻ ഫുട്ബോളിലെ ഏതാണ്ട് എല്ലാ പ്രധാന കിരീടങ്ങളും റോണോയുടെ ഷെൽഫിലുണ്ട്. ദരിദ്രനായി ജനിച്ച് തനിക്ക് ഈ ആകാശത്തിന് താഴെ ഈ ലോകത്തിൽ എന്തിനേയും വെട്ടിപ്പിടിക്കാമാവുമെന്ന് ലോകത്തോട് തുറന്നടിച്ചവൻ. ചരിത്രം ഇനി എത്ര ആവർത്തിച്ചാലും കാലം ഇനി എത്ര സഞ്ചരിച്ചാലും ഇതിഹാസമായി ഇവൻ തന്നെ ഈ ലോകത്തിൽ വാഴും. ഏതായാലും ഇനി 1000 എന്ന മാന്ത്രിക സംഖ്യയിൽ തൊടാതെ ക്രിസ്ത്യാനോ തന്റെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആരാധകർ.